കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചായിരുന്നു. അതിന്റെ ഗ്രാഫും പഠിച്ചു. അത് ഇമ്പോർട്ടൻ്റ് ആണെന്നും പറഞ്ഞു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ. എന്താണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ? ആ പേര് സൂചിപ്പിക്കും പോലെ തന്നെയാണ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഫംഗ്ഷനെ ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആർ ടു ആർ, ഒരു റിയൽ നമ്പർ തൊട്ട് ഒരു റിയൽ നമ്പറിലോട്ട് ഒരു റിലേഷൻ ഉണ്ട്. ബൈ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? y അഥവാ റേഞ്ചിന് ഈക്വൽ ആണ്. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡൊമെയിൻ. എക്സ് ഡൊമെയിൻ ആണ്. എഫ് ഓഫ് എക്സ് റേഞ്ച് ആണ്. അതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടേ പറയുന്നതുമാണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ആണ്. അത് നമ്മൾ y കൊണ്ടും സൂചിപ്പിക്കാറുണ്ട്. അതെന്ന് പറയുന്നത് സിക്ക് ഈക്വൽ ആണ്. എന്താണ് സി? സി എന്ന് പറയുന്നത് ഒരു നമ്പറാണ്. സി എന്ന് പറയുന്ന ഒരു നമ്പറാണ്, പക്ഷെ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. നമ്മൾ ഏത് വാല്യൂ ഇവിടെ പുട്ട് ചെയ്താലും, അതായത് എക്സിന് 1 ഇട്ട് കൊടുത്താലും 2 ഇട്ട് കൊടുത്താലും 3 ഇട്ട് കൊടുത്താലും എന്തിട്ട് കൊടുത്താലും ഇവിടെ ഒരു വാല്യൂ മാത്രമേ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണ്. അതായത് ചേഞ്ച് ഒന്നുമില്ലാത്ത ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇവിടെ ഡൊമെയിനും ആറാണ്, റിയൽ നമ്പർ ആണ്. അതിന്റെ റേഞ്ചും റിയൽ നമ്പർ ആയ ഒറ്റ നമ്പർ ആയിരിക്കും. ഒരൊറ്റ നമ്പർ ആയിരിക്കും. റേഞ്ചിന്റെ സെറ്റ് എഴുതാൻ പറഞ്ഞാൽ ആ ഒരു നമ്പറേ അതിൻ്റെ അകത്ത് കാണത്തുള്ളൂ. നമുക്കത് ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2, അതാണ് നമ്മുടെ എക്സാമ്പിൾ. എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 ആണ് തന്നിട്ടുള്ളത്. ആ ഫംഗ്ഷൻ 2 ആണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ എന്താണ്? y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2 എന്നാണ് തന്നിട്ടുള്ളത്. ആ സി നമ്മൾ എഴുതിയിട്ടില്ലായിരുന്നോ? ആ സി എന്ന് പറയുന്നത് 2 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. ആ സി എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2. അപ്പോൾ എക്സിന് നമ്മൾ 1 ഇട്ട് കൊടുത്താലും എഫ് ഓഫ് എക്സ് 2 തന്നെ കിട്ടും. കാരണം y എപ്പോഴും 2 ആണെന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. എന്ത് നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുത്താലും ഇത് തന്നെ കിട്ടും, 2 കിട്ടത്തുള്ളൂ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഇട്ട് കൊടുക്കുക. ഇനി എക്സിന് 2 ഇട്ട് കൊടുത്തെന്ന് വയ്ക്കാം. എന്ത് പറ്റും? അതും 2 തന്നെ നമുക്ക് കിട്ടും. ഓക്കെ. ഇനി എക്സിനൊരു നെഗറ്റീവ് ഇട്ട് കൊടുക്കാം. -1 ഇട്ട് കൊടുത്തു എന്ന് വയ്ക്കാം. ഇവിടെ -1 ഇട്ടാലും 2 കിട്ടുള്ളൂ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, 2 കിട്ടത്തുള്ളൂ. അടുത്തത് വേറെ -2 ഇട്ട് കൊടുത്തു. എന്നാലും അതായത് എഫ് ഓഫ് എക്സിന് -2 ഇട്ട് കൊടുത്താലും എന്തേ കിട്ടത്തുള്ളൂ? 2 കിട്ടത്തുള്ളൂ. ഓക്കെ. അടുത്ത് 0 ഇട്ട് കൊടുത്തു. 0 ഇട്ട് കൊടുത്താലും എന്താ? 2 കിട്ടത്തുള്ളൂ. അവർ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊരു കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെന്ന് മനസ്സിലാക്കാം. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരും നോക്കാം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഗ്രാഫ് വരയ്ക്കുമ്പോഴേ ഗ്രാഫ് വരയ്ക്കേണ്ട രീതി ഇപ്പോഴും സ്കെയിലും പെൻസിലും തന്നെ യൂസ് ചെയ്യുക. ഇത് 0 ആണ്. ഓക്കെ. എന്താണ് ഇത്? എക്സും വൈയും അറിയാം നമുക്ക്. ഇത് ഏതാണ് എക്സും വൈയും? ഇത് എക്സ് ആക്സിസ്, നെഗറ്റീവിന് എക്സ് ഡാഷ് എന്ന് പറയും. ഇത് വൈ ആക്സിസ്, നെഗറ്റീവിന് വൈ ഡാഷ് എന്ന് പറയും. ഓക്കെ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് എക്സ് 1 ആകുമ്പോൾ y 2 ആണ്. എക്സ് 1 ആകുമ്പോൾ y 2 ആണ്. എക്സ് 1 ആകുമ്പോൾ y 2 ആണ്. ഓക്കെ. അടുത്തത് എക്സ് 2 ആകുമ്പോഴും y 2 ആണ്. എക്സ് 2 ആകുമ്പോഴും y 2 ആണ്. ഓക്കെ. അടുത്തത് എക്സ് -1 ആകുമ്പോഴും y 2 ആണ്. ഓക്കെ. എക്സ് -2 ആകുമ്പോഴും y എന്താണ്? 2 ആണ്. -1 ആകുമ്പോഴും 2, -2 ആകുമ്പോഴും 2. 0 ആകുമ്പോഴോ അതും 2 ആണ്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഇട്ട ആ ഡോട്ട്സിനെ ഒന്നിച്ച് ചേർത്ത് വരയ്ക്കുക സ്കെയിൽ വെച്ചിട്ട്. എന്താ കിട്ടുക? ദേ നമ്മുടെ ഈ എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടൊരു ലൈൻ കിട്ടും. ഇതിങ്ങനെ പോകും. അതിന് വേണ്ടിയിട്ട് 2 ആരോസ് ഇടും. ഇപ്പോൾ എല്ലാത്തിനും മീനിങ് ഉണ്ട് ഇങ്ങനെ ഓരോ ആരോ ഇടുന്നതിനൊക്കെ. ഓക്കെ. ഇത് മനസ്സിലാക്കാം. ഒരു കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ് എപ്പോഴും എക്സ് ആക്സിസിന് പാരലൽ ആയിരിക്കും. അല്ലെ? ഇതിനെയാണ് പാരലൽ കണ്ടീഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ
പാരലൽ കണ്ടീഷൻ ആയിരിക്കും, പാരലൽ ആയിരിക്കും. അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ പാരലൽ ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 ആണ് തന്നെങ്കിലോ അതെ ഇവിടെ നിന്ന് ഇങ്ങനെ വരും, 3യിലോട്ടായിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ആണെങ്കിലോ അതെ 1 ആയിരിക്കും, അതായത് ഫുൾ 1ലായിരിക്കും ഡോട്ട് വീഴുന്നത്, അതിങ്ങനെ ആയിരിക്കും വരയ്ക്കുന്നത്. അപ്പോൾ ഇതിന്റെ റേഞ്ച് എന്താണ്? റേഞ്ച് എന്ന് പറയുന്നത് 2 ആണല്ലേ, റേഞ്ച് എന്ന് പറയുന്നത് 2 ആണ്. ഡൊമൈനോ 1, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എക്സ് എന്ന് പറയുന്നതാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. എക്സ് എന്ന് പറയുന്നതാണ് ഡൊമൈൻ. എക്സിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡൊമൈൻ എഴുതാൻ പറഞ്ഞാൽ എന്ത് എഴുതും? നമ്മൾ എക്സിന് എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുത്തോ അത് വേണം ഡൊമൈൻ ആയിട്ട് എഴുതാൻ. അതായത് 1, 2, -1, -2, 0 ഇത്രയാണ് നമ്മൾ ഇട്ട് കൊടുത്തത്. അപ്പോൾ റേഞ്ച് എന്താണ്? വൈയിൽ എന്തൊക്കെയാണ് വരുന്നത് അതാണ് റേഞ്ച്. 2 ഫുൾ 2 അല്ലേ വന്നത്, അപ്പോൾ 2 മാത്രമാണ് റേഞ്ച്. ഡൊമൈൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? ബ്രാക്കറ്റ് സെറ്റ്, ഇങ്ങനെ സെറ്റ് എഴുതിയിട്ട് ഡൊമൈൻ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? നമ്മൾ ഇട്ട് കൊടുത്ത 1, 2, -1, -2, 0. ഓക്കെ, ഇതാണ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അടുത്തത് പോളിനോമിയൽ ഫംഗ്ഷൻ നോക്കാം. പോളിനോമിയൽ ഫംഗ്ഷൻ, പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ ദേ ഇങ്ങനെ ഇരിക്കും. y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു a0 പ്ലസ് a1x പ്ലസ് a2x² പ്ലസ് എക്സെട്ര പ്ലസ് an x⁻n. ഇവിടെ a എന്ന് പറയുന്നത് നമ്പേഴ്സ് ആണ്. ഓക്കെ, പോളിനോമിയൽ ഫംഗ്ഷൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. അതുപോലത്തെ ഒരു കണ്ടീഷനാണിതും. പോളിനോമിയൽ ഫംഗ്ഷൻ a0, a1, a2, a എന്ന് പറയുന്ന നമ്പറാണ്. ഇവിടെ എക്സ്, x², x³ എക്സ് അങ്ങനെ പോകും. അങ്ങനെ പോകുന്ന ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ പോളിനോമിയൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ കുറേ ഉണ്ട്. അതിൽ ഒരു ഒറ്റ എക്സാമ്പിൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അതിലൊരു എക്സാമ്പിൾ ഇങ്ങോട്ട് എടുക്കുകയാണ്, എന്നിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെ ഗ്രാഫ് വരും നോക്കാം. ഇതാണ് നമ്മൾ എടുത്ത എക്സാമ്പിൾ. ഈ x² എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. x² എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ ആണ്. ഓക്കെ, x³ ഒരു പോളിനോമിയൽ ആണ്, x⁴ ഒരു പോളിനോമിയൽ ആണ്. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ x² ആണ്. അപ്പോൾ ഗ്രാഫ് ഓരോന്നിനും ഓരോന്നായിരിക്കും. ഇപ്പോൾ x⁴ x⁵ അതിനൊക്കെ വേറെ വേറെ ഗ്രാഫ് ആയിരിക്കും. അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും, വരയ്ക്കുന്ന ഗ്രാഫിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന x² ആണ്. അപ്പോൾ ഇത് തന്നെ ആവണം എന്നില്ല ബാക്കിയുള്ള പോളിനോമിയലിന്റെയും ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു x² ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നോക്കാം. അപ്പോൾ എക്സ് ആണ്, അതായത് ഡൊമൈൻ ആണ്. എക്സ് എന്ന് പറയുന്ന എക്സിൽ നമ്മൾ എന്തൊക്കെ വാല്യൂ ഇട്ട് കൊടുത്തിട്ടുണ്ടോ അതിനെയാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയുന്നത്. അടുത്ത് y എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് അഥവാ x² ആണ്. ഇതാണ് റേഞ്ച്. ഇത് ഡൊമൈൻ, ഇത് റേഞ്ച്. എന്താ ചെയ്യേണ്ടത്? എക്സിന് എന്തിട്ട് കൊടുക്കുക? ആ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ എക്സിന് എന്താണോ വാല്യൂ ഇട്ട് കൊടുക്കുന്നത് അതിൽ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് കിട്ടുന്ന എന്താണോ അത് വേണം ഇവിടെ എഴുതാൻ. ഓക്കെ, നേരത്തെ ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു? y എന്ന് പറയുന്നത് 2 ആണെന്ന് കൃത്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 തന്നെയായിരിക്കും ഇവിടെ ഫുൾ വരിക. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, x² ആണ്. അതായത് ഇവിടെ -3 ആണെങ്കിൽ ആ -3 ഇവിടെ ഇട്ട് കൊടുക്കും. ആ -3യുടെ സ്ക്വയർ ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ -3യുടെ സ്ക്വയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ y ഈക്വൽ ടു x² ആണ് അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതും? ഇവിടെ y ഈക്വൽ ടു ഇവിടെ -3, എക്സിന് പകരം -3 ഇട്ട് കൊടുക്കുന്നു, അതിന്റെ സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എത്ര കിട്ടും? -3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ് അല്ലേ. അപ്പോൾ 9. ഓക്കെ, അടുത്തത് y ഈക്വൽ ടു -2ന്റെ സ്ക്വയർ. -2ന്റെ സ്ക്വയർ എത്രയാണ്? 4 ആണ്. 4. അടുത്ത് ഇവിടെ y ഈക്വൽ ടു -1ന്റെ സ്ക്വയർ. -1ന്റെ സ്ക്വയർ എത്രയാണ്? 1. അടുത്ത് y ഈക്വൽ ടു 0യുടെ സ്ക്വയർ. 0യുടെ സ്ക്വയർ 0 തന്നെയാണ്. y ഈക്വൽ ടു 1. 1ന്റെ സ്ക്വയർ എത്രയാണ്? 1. y ഈക്വൽ ടു 2ന്റെ സ്ക്വയർ എത്രയാണ്? 4. y ഈക്വൽ ടു 3യുടെ സ്ക്വയർ തന്നിട്ടുള്ളത് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നതാണ്. ഓക്കെ, 3യുടെ സ്ക്വയർ 9. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സും വൈയും ഇവിടെ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. നോക്കുമ്പോൾ എന്താണ്? നമുക്ക് ഇവിടെ തൊട്ട് അങ്ങ് തുടങ്ങാം. -3, എക്സ് -3 ആകുമ്പോൾ y 9 ആകുന്നു. എക്സ് -3 ആകുമ്പോൾ y 9 ആകുന്നു. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താന്ന് വെച്ചാൽ ഞാനിവിടെ എഴുതിക്കുന്നത് ഇപ്പോൾ എപ്പോഴും 1, 2, 3, 4, 5, 6 എന്നൊന്നും എഴുതാൻ നിങ്ങളുടെ ആൻസർ ഷീറ്റിലും മറ്റും സ്ഥലം തികയത്തില്ല. അപ്പം എന്താ ചെയ്യേണ്ടത്?
2, 4, 6, 8, 10 അങ്ങനെ എടുക്കണം. എന്നിട്ട് ഊഹിച്ച് ചെയ്യണം. ഇപ്പോൾ നമുക്കറിയാം 0ന്റെയും -2ന്റെ ഇടയ്ക്കായിരിക്കും -1 വരിക, കൃത്യ നടുക്കായിരിക്കും അല്ലെ. അതുപോലെ 0ന്റെയും 2ന്റെ നടുക്കായിരിക്കും 1 വരിക. 2ന്റെയും 4ന്റെയും കൃത്യ നടുക്കായിരിക്കും എന്ത് വരിക? 3 വരിക അല്ലെ. നമ്മളിവിടെ ഒരു സ്കെയിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ 2ഉം 3 നിൽക്കും. ഇവിടെ ആയിട്ടായിരിക്കും 3 വരിക, കറക്റ്റ് നടുക്കായിട്ടായിരിക്കും 3 വരിക. 4ന്റെയും 5ന്റെയും 6ന്റെയും കൃത്യ നടുക്കായിട്ടായിരിക്കും 5 വരിക. അപ്പോൾ ആ ഒരു ഊഹം വെച്ചിട്ട് വേണം വരയ്ക്കാൻ. ഓക്കെ, മനഃപൂർവ്വം ഇതേപോലെ 2, 4, 6, 8 ഇട്ട് തന്നെയാണ് അങ്ങനെ വെച്ച് നിങ്ങൾ എങ്ങനെ വരയ്ക്കും എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ എന്താണ്? -3, 9. x -3 ആകുമ്പോൾ y 9 ആയിരിക്കണം. അപ്പോൾ നമുക്കത് പ്ലോട്ട് ചെയ്യാം. x -3 ആയിരിക്കണം. എവിടെ വരും -3? -2ന്റെയും 4ന്റെ ഇടയ്ക്കായിരിക്കും -3 അല്ലെ. ഇങ്ങനെ പോകുമ്പോൾ ഇവിടെ ആയിരിക്കും -3 വരിക. ആ -3 ആകുമ്പോൾ y 9 ആകുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ 9 എവിടെ വരും? 8ന്റെയും 10ന്റെയും ഇടയ്ക്ക്. അപ്പോൾ ഇവിടെ ആയിട്ട് വരും, കറക്റ്റ് നടുക്ക്. പക്ഷെ ഇവിടെ 3യുടെ ഇവിടെ വരും. ഓക്കെ, അടുത്തത് x -2 ആകുമ്പോൾ y 4 ആകും എന്നാണ് പറഞ്ഞേക്കുന്നത്. x -2 ആകുമ്പോൾ y 4 ആകുന്നു. x -2 ആകുമ്പോൾ y 4 ആകുന്നു. അതായത് ഇവിടെ x -2 ആവണം, y 4 ആകണം. അതായത് ഇവിടെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ഇതെന്താണ്? -1ഉം 1ഉം. x -1 ആകുമ്പോൾ y 1 ആകണം. -1 എവിടെയാണെന്ന് പറഞ്ഞു? 0ന്റെയും 2ന്റെയും ഒത്ത നടുക്ക്. അപ്പോൾ ഇതാണ് -1 ആകുമ്പോൾ y 1 ആവണം. y 1 എന്ന് പറഞ്ഞാൽ എന്താ? 0ന്റെയും 2ന്റെ ഇടയ്ക്ക്, അതായത് ഇവിടെ ആയിട്ട് വരും. ഇതിന്റെ ഇവിടെയും ഇതിന്റെ നടുക്കുന്ന ഇവിടെ വരും. ഓക്കെ, അടുത്തത് x 0 ആകുമ്പോൾ yയും 0 ആണ്. അതായത് x 0 ആകുമ്പോൾ yയും 0 ആണ്. അതായത് ഇവിടെയാണ്. അടുത്തതോ x 1 ആകുമ്പോൾ yയും, അപ്പോൾ x 1 ആകുമ്പോൾ yയും 1 ആവണം. അതായത് 0ന്റെയും 2ന്റെ ഇടയ്ക്കാണ് 1, ഇവിടെയും 0ന്റെയും 2ന്റെ ഇടയ്ക്കാണ് 1. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ, അടുത്തത് x 2 ആകുമ്പോൾ y 4 ആണ്. അതായത് ഇവിടെ വരും. ഇത് 2ഉം ഇവിടെ 4ഉം. അടുത്തതോ x 3 ആകുമ്പോൾ y 9 ആകണം. 9 എവിടെയാണെന്ന് അറിയാലോ. 3 എന്ന് പറഞ്ഞാൽ 2ന്റെ 4ന്റെ ഇടയ്ക്കായിരിക്കും. ഇങ്ങനെ ഗ്രാഫ് വരച്ചാൽ എങ്ങനെ വരയ്ക്കാൻ പറ്റും എന്ന് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ വരും. ഇനി എന്താ ചെയ്യണ്ടേ? ഈ പോയിന്റ്സ് തമ്മിൽ യോജിപ്പിച്ച് വരയ്ക്കുക. വന്ന വഴിയിലൂടെ ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ഇങ്ങനെയാണ് വന്നത്, അപ്പോൾ ആ വഴിയിലൂടെ തന്നെ വരയ്ക്കുക. ഇങ്ങനെ വരും, വളഞ്ഞു പോവും. നമ്മളെങ്ങനെയാണ് വന്നത് ആ വഴിയിലോട്ട് തന്നെ വരയ്ക്കുക. കണ്ടു, ഇങ്ങനെയായിരിക്കും പോളിനോമിയലിന്റെ, നമ്മുടെ x² എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഇതിനെ പാരബോള എന്ന് പറയും. ഇതാണ് പാരബോളിക്കാണ്. ഓക്കെ, ഇതിനെ പാരബോള എന്ന് പറയും. ഈ ഷേപ്പിന് നമ്മൾ പറയുന്നതാണ് പാരബോള. ഓക്കെ, ഇതാണ് നമ്മളെടുത്ത പോളിനോമിയൽ ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ സ്ട്രെയിറ്റ് ലൈൻ, പക്ഷെ പാരലൽ ടു എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കോൺസ്റ്റന്റ് ഫംഗ്ഷനിൽ നമുക്ക് കിട്ടുക. അടുത്തത് പോളിനോമിയൽ ഫംഗ്ഷൻ ആണെങ്കിലോ എടുക്കുന്ന ആളനുസരിച്ചിരിക്കും, എടുക്കുന്ന പോളിനോമിയൽ അനുസരിച്ചിട്ടിരിക്കും. നമ്മൾ എടുത്ത x² എന്ന് പറയുന്നത് എന്താണ്? പാരബോളിക്കായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പോളിനോമിയൽ ഫംഗ്ഷനും കോൺസ്റ്റന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ബാക്കിയുള്ള ഫംഗ്ഷൻ അടുത്ത വീഡിയോകളിലായിട്ട് പഠിക്കാം. അതുവരെ നോക്കി വയ്ക്കുക. താങ്ക് യു.